ഒരു വർഷം കൂടി നമ്മുടെ മുന്നിലൂടെ കടന്നു പോവുകയാണ്. ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ സംഭവബഹുലമായിരുന്നു 2025. ഒരുപാട് ഓർമ്മകൾ സമ്മാനിച്ചുകൊണ്ടാണ് 2025 നമ്മുടെ മുന്നിലൂടെ കടന്നു പോകുന്നത്. അവൻ നമ്മളെ ആനന്ദിപ്പിച്ചിട്ടുണ്ട്, കോരിത്തെരിപ്പിച്ചിട്ടുണ്ട്, അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്, ചിലപ്പോഴൊക്കെ കരയിപ്പിച്ചിട്ടുമുണ്ട്. ആ നിമിഷങ്ങളിലേക്ക് നമ്മൾ ഒരു വട്ടം കൂടി കടന്നു ചെല്ലുകയാണ്. 2025 തുടക്കത്തിൽ അന്താരാഷ്ട്ര തലത്തിൽ നിന്ന് വന്ന ഏറ്റവും ശ്രദ്ധേയമായ വാർത്തകളിലൊന്ന് അമേരിക്കയുടെ 47ാമത്തെ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റെടുത്തതാണ്. അമേരിക്കയുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കൂടിയ പ്രസിഡന്റാണ് ഡൊണാൾഡ് ട്രംപ്. ഇന്ത്യയുമായി നല്ല ബന്ധം പുലർത്തിയിരുന്ന അമേരിക്ക 2025 ഇന്ത്യയുമായി കലഹിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് മേൽ അമേരിക്ക 21% അധിക നികുതി ചുമത്തിയത് ഇക്കാലയളവിലാണ്. അമേരിക്കയുടെ ഈ നടപടിക്ക് ഇന്ത്യ മറുപടി കൊടുത്തത് ചൈനയോടും റഷ്യയോടും കൂട്ടുകൂടിക്കൊണ്ടാണ്. ഒരു വശത്ത് അമേരിക്ക ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് മേൽ 25% അധിക നികുതി ചുമത്തുമ്പോൾ മറുവശത്ത് കേന്ദ്ര സർക്കാർ നികുതി വെട്ടിച്ചുരുക്കുന്ന കാഴ്ചയാണ് നാം കണ്ടത്. GST 2.0 2025 സെപ്റ്റംബർ മാസം 22 ഇന്ത്യയിൽ പുതിയ നികുതി പരിഷ്കരണം നിലവിൽ വന്നതോടുകൂടി വലിയ ആശ്വാസമാണ് ഇന്ത്യൻ ജനതയ്ക്ക് ഉണ്ടായിട്ടുള്ളത്. കേരളത്തിൻ്റെ സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമായതും ഇക്കാലയളവിലാണ്. 2025 മെയ് മാസം 2 രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി വിഴിഞ്ഞം തുറമുഖം നാടിന് സമർപ്പിക്കുന്നുണ്ട്. ഏറെ സംഘർഷങ്ങൾ നിറഞ്ഞതായിരുന്നു 2025. പഹൽഗാം തീവ്രവാദി ആക്രമണത്തിൽ 26 ജീവനുകളാണ് നമുക്ക് നഷ്ടമായത്. പഹൽഗാം ആക്രമണത്തിന് ഓപ്പറേഷൻ സിന്ദൂറിലൂടെയാണ് ഇന്ത്യ മറുപടി നൽകിയത്. കേണൽ സോഫിയ ഖുറേഷിയും വിംഗ് കമാൻഡർ വ്യോമിക സിംഗും നടത്തിയ ആ വാർത്താ സമ്മേളനം നമ്മെ കോരിത്തെരിപ്പിച്ചിട്ടുണ്ട്. മധ്യേഷ്യയിലേക്ക് വരുമ്പോൾ ഇസ്രായേലും ഇറാനും പോരടിക്കുന്നത് നാം കണ്ടു. പലസ്തീനിൽ ഇസ്രായേൽ നടത്തിവരുന്ന വംശഹത്യക്കെതിരെ ലോകം ഒത്തുകൂടുന്നതിനും 2025 സാക്ഷിയായി. നേപ്പാളിൽ ജൻസി കലാപം ആളിക്കത്തിയതും ഇക്കാലയളവിലാണ്. കലാപത്തെ തുടർന്ന് നേപ്പാളിന്റെ പ്രധാനമന്ത്രി KP ശർമ്മ ഒലിക്ക് രാജ്യം വിട്ടോടേണ്ടി വന്നു. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നടന്ന സുപ്രധാന സംഭവങ്ങളിലൊന്ന് ഇന്ത്യയുടെ 14ാമത് ഉപരാഷ്ട്രപതിയായിരുന്ന ജഗദീപ് ധൻഖർ അനാരോഗ്യം ചൂണ്ടിക്കാട്ടി രാജിവെച്ചതാണ്. തുടർന്നുണ്ടായ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ CP രാധാകൃഷ്ണൻ ഇന്ത്യയുടെ 15ാമത് ഉപരാഷ്ട്രപതിയായി മാറി. ശാസ്ത്ര സാങ്കേതിക മേഖലയിലേക്ക് വരുമ്പോൾ വലിയ നേട്ടമാണ് ഇന്ത്യ കൈവരിച്ചത്. ആക്സിയം 4 മിഷന്റെ ഭാഗമായി ശുഭാൻ ശുക്ല ബഹിരാകാശത്തുന്ന 2ാമത്തെ ഇന്ത്യക്കാരനായി മാറുന്നു. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തിയ ആദ്യ ഇന്ത്യക്കാരനും ശുഭാൻഷു ശുക്ലയാണ്. നിസാറും CMS-03 നമ്മൾ വിജയകരമായി വിക്ഷേപിച്ചു. ഇന്ത്യ വിക്ഷേപിച്ച ഏറ്റവും ഭാരമേറിയ വാർത്താവിനിമയ ഉപഗ്രഹമാണ് CMS-03. സുനിത വില്യംസും ബുച്ച് വിൽമോറും അടങ്ങുന്ന സംഘം ഭൂമിയിലേക്ക് മടങ്ങിയെത്തിയതും 2025 കലാമേഖലയിലേക്ക് വരുമ്പോൾ വലിയ നേട്ടമാണ് കേരളക്കരയ്ക്ക് ലഭിച്ചത്. 71ാമത് ദേശീയ ചലച്ചിത്ര അവാർഡിൽ മികച്ച സഹനടനായി വിജയരാഘവനും മികച്ച സഹനടിയായി ഉർവശിയും പുരസ്കാര നിറവിലെത്തി. ഇന്ത്യൻ ചലച്ചിത്ര മേഖലയിലെ പരമോന്നതമായ പുരസ്കാരമായ ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം ലാലേട്ടനെ തേടിയെത്തിയപ്പോൾ 55ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡിൽ മികച്ച നടനുള്ള പുരസ്കാരം മമ്മൂക്കയും നേടി. ഇതോടുകൂടി ഏറ്റവും കൂടുതൽ തവണ മികച്ച നടനുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നേടുന്ന നടനായി മമ്മൂക്ക മാറി, 7 തവണ. പരാജയപ്പെട്ടവരുടെ ഉയർത്തെഴുന്നേൽപ്പുകൾക്ക് സാക്ഷ്യം വഹിച്ച വർഷമാണ് 2025. 18 വർഷത്തെ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ വിരാട് കോഹ്ലി IPL കിരീടം നേടുന്നത് നാം കണ്ടു. ചരിത്രത്തിലാദ്യമായി ഇന്ത്യൻ വനിതകൾ വിശ്വകിരീടത്തിൽ മുത്തമിട്ടതും 2025 ഈ വിജയം ഇന്ത്യൻ വനിതകൾക്ക് നൽകിയ ഊർജം ചെറുതൊന്നുമല്ല. നിർഭാഗ്യവാന്മാരെന്ന് എക്കാലവും വിധിക്കപ്പെട്ട ദക്ഷിണാഫ്രിക്കൻ ക്രിക്കറ്റ് ടീം ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ മുത്തമിട്ടതും 2025 ന്യൂസിലാൻഡിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് 3ാം തവണ ചാമ്പ്യൻസ് ട്രോഫിയും പാകിസ്ഥാനെ പരാജയപ്പെടുത്തിക്കൊണ്ട് 9ാം തവണ ഏഷ്യ കപ്പും 2025 ഇന്ത്യൻ ക്രിക്കറ്റ് ടീം നേടുന്നുണ്ട്. ഒട്ടനവധി ദുരന്തങ്ങൾക്കും നാം മൂകസാക്ഷിയായി. അഹമ്മദാബാദ് വിമാന ദുരന്തവും കരൂർ ദുരന്തവും കുംഭമേള ദുരന്തവും നാം ഞെട്ടലോടെ കണ്ടുനിന്നു. ഫ്രാൻസിസ് മാർപ്പാപ്പയും VSും
ഒടുവിലിത ശ്രീനിവാസനും നമ്മെ വിട്ടുപോയത് 2025-ലാണ്. സൈലം PSയെ സംബന്ധിച്ചോളം വളരെ മനോഹരമായിരുന്നു 2025. വിവിധ ജില്ലകളായി നടന്ന LDC, LGS, LPUP പരീക്ഷകളിൽ തിളക്കമാർന്ന വിജയം നേടാൻ സൈലത്തിന് സാധിച്ചു. 2026-ലും ആ വിജയം ആവർത്തിക്കാനുള്ള ശ്രമത്തിലാണ് ഞങ്ങൾ. നിങ്ങളും ആ ശ്രമത്തിലാണെന്നറിയാം. ഒരു സർക്കാർ ജോലി എന്ന നിങ്ങളുടെ ഏറ്റവും വലിയ സ്വപ്നം 2026-ൽ നിറവേറട്ടെ. ഉറച്ചു വിശ്വസിച്ചോളൂ, 2026 നിങ്ങളുടേതാണ്, നിങ്ങളുടേത് മാത്രം. ഓൾ ദി വെരി ബെസ്റ്റ് ഡിയർ ആസ്പിറൻസ് ആൻഡ് വിഷ് യു എ ഹാപ്പി ന്യൂ ഇയർ.